റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് 2026 ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരം കയറി പോകുന്നു. വയനാട് 3 കോൺസ്റ്റിറ്റ്യുവൻസി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. എന്ത് സംഭവിക്കും? 2-1 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ചിത്രം. ഫാസ്റ്റ് മൂവിംഗ് 1-2 എന്ന നിലയിൽ നിന്ന് ഇക്കുറി മാറുമോ? 3-0 രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ സംസാരിക്കപ്പെട്ട മണ്ഡലമാണ്. ചുരം കയറിയ മണ്ഡലം ആദ്യം സുൽത്താൻ ബത്തേരി. അവിടെ MS വിശ്വനാഥൻ LDF ഇറങ്ങുമ്പോൾ UDF IC ബാലകൃഷ്ണൻ NDA കവിത. ഒരുപാട് കാര്യങ്ങൾ IC ബാലകൃഷ്ണനെതിരെ ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ സുൽത്താൻ ബത്തേരിയിൽ ട്രെൻഡ് ഫേവർ UDF or LDF? IC തന്നെ. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും IC തന്നെ. എന്തുകൊണ്ട് ഒരുപാട് വിവാദം ഉണ്ടായിട്ടും IC എന്ന ചോദ്യത്തിന് ഉത്തരം ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. 11,820 കഴിഞ്ഞ തവണ. കൽപ്പറ്റ ടൗൺഷിപ്പ് അടക്കം ചർച്ചയായ തിരഞ്ഞെടുപ്പാണ്. PK അനിൽകുമാറാണ് LDFന്റെ സ്ഥാനാർത്ഥി. ഘടകകക്ഷിയുടെ സീറ്റാണ്. ടി സിദ്ദിഖ്, പ്രശാന്ത് മലവയലാണ്. ജയസാധ്യത UDF or LDF? കൽപ്പറ്റയിൽ ടി സിദ്ദിഖിനാണ് ജയസാധ്യത, സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ 5,420 ആണെങ്കിൽ ഇക്കുറി ഒരുപക്ഷെ സിദ്ദിഖ് ഭൂരിപക്ഷം ഉയർത്താൻ സാധ്യതയുണ്ട്. അഭിപ്രായത്തിൽ ടി സിദ്ദിഖിനെ ഒരു വല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന രീതി അവിടുത്തെ CPM-നുമുണ്ട്. അവിടുത്തെ അവസാന നിമിഷം ഒരു വിവാദമുണ്ട്. പക്ഷേ അത് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. മാനന്തവാടിയിൽ സിറ്റിംഗ് MLA OR കേളു. ബന്ധു തന്നെയാണ് മത്സരിക്കുന്ന. ഉഷാ വിജയൻ. NDA സ്ഥാനാർത്ഥി ശ്യാം രാജ്. സാധ്യത LDF or UDF? 10,000 ജനകീയനായ സ്ഥാനാർത്ഥിയാണ് കേട്ടോ. കേരളത്തിൽ ഇത്രയും ജനകീയനായ സ്ഥാനാർത്ഥി അത്ര ജനകീയ വയനാട്ടുകാരുടെ കേളുവെട്ടനാണ്. മാത്രമല്ല ഇത്തവണ സാധ്യത LDF or UDF? മാനന്തവാടിയിൽ LDF സ്ഥാനാർത്ഥി ഞാൻ മാറിയിക്കാന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. 2-1 ഒന്നും ഉണ്ടാവില്ല വയനാട്ടിൽ. വയനാട് ജില്ലയെ ആകെ പരിശോധിക്കുമ്പോൾ 2021 ചിത്രം അതേപടി തുടരും എന്നുള്ളതാണ്. കാസർഗോട്ടേക്ക് പോകാം. വയനാട് 2-1 എന്നുള്ളതാണ്. UDF 2, LDF 1.